തീപിടിക്കുന്നത് മാത്രമല്ല മറ്റൊരു ആശങ്ക കൂടി നമുക്കുണ്ട്. അത് നമ്മുടെ തീരത്താണ്. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. കടലിൽ പതിച്ചു കഴിഞ്ഞാൽ കടലിൽ മത്സ്യസമ്പത്തിനടക്കം ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ കുറേ എണ്ണം കടലിൽ ഇപ്പോൾ ഒഴുകി നടക്കുകയാണ്. കടൽ മലിനമാകാനായിട്ടുള്ള നമ്മുടെ മത്സ്യസമ്പത്തിനെ തന്നെ ദോഷകരമായി ബാധിക്കാനായിട്ടുള്ള സാധ്യത സംബന്ധിച്ച് ഇപ്പോൾ ഉയരുന്ന അവലോകനങ്ങൾ എങ്ങനെയാണ്? തീരത്ത് എത്രത്തോളം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകം? ഗുഡ് ഈവനിങ് സുജയ. രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ കടലിന് ഉണ്ടാകുന്നത്. ഒന്ന്, 157 ഇനങ്ങൾ കടലിലെ വെള്ളമല്ല ഏത് വെള്ളവുമായി കൂടിച്ചേർന്നാലും പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള 157 ഇനങ്ങൾ ഈ കപ്പലിലുണ്ട് എന്നത് കാർഗോ മാനിഫെസ്റ്റോ പുറത്തുവിട്ടപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് ഏത് സമയത്തും നമ്മുടെ തീരത്തേക്ക്, പ്രത്യേകിച്ച് എറണാകുളം തൃശ്ശൂർ കടലിൻ്റെ തീരത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. മറ്റൊന്ന്, സുജയ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തുള്ള രാസവസ്തുക്കളും മറ്റും കടലിലേക്ക് വീണാൽ ഇത് തീപിടിക്കാനുള്ള സാധ്യതയ്ക്കൊപ്പം ഇനി തീ പിടിച്ചില്ലെങ്കിൽ തന്നെ അത് വർഷങ്ങളോളം കടലിൻ്റെ മത്സ്യസമ്പത്തിനെ അല്ലെങ്കിൽ കടലിലിറങ്ങി തൊഴിൽ ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവനെ മറ്റൊരു തരത്തിൽ മാറാരോഗങ്ങളും മറ്റും ബാധിക്കുന്ന തരത്തിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. സുജയ. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം സജു ദേവസ്യ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം. കപ്പലിലെ തീ ഇപ്പോഴും പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നിലവിലത്തെ അപ്ഡേറ്റ്.